അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പറയാൻ വന്നത് എന്തെന്ന്, ഇന്നത്തെ വീഡിയോ ഒന്ന് നമുക്ക് കുറേ വർഷങ്ങളായല്ലേ, വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായി എന്ന് പറയാം. നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുന്ന വീഡിയോ ഇതാ നമ്മൾ ഫൈനലി ഷൂട്ട് ചെയ്യുന്നു ഗൈസ്. അപ്പം ചോദ്യമല്ല. അപ്പൊ ഫസ്റ്റ് പറയാൻ്റെ കൈവെക്ക് നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പൊ നിങ്ങളെ ചോദ്യം ചോദ്യത്തിനുള്ള ഉത്തരമാണ്. നിങ്ങൾ കുറെ ആൾക്കാർ കുറെ ചോദ്യം ചോദിച്ചു, അതിനുള്ള ഉത്തരം പറയാനാണ് നമ്മൾ വന്നിട്ടില്ല. അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം. പിന്നെ എന്താക്കുക, ലൈക്ക് അടിക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ആക്കാം. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് അമ്മൂട്ടിയാണ് ചോദ്യം ചോദിച്ചേ. നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അതാണ് ഫസ്റ്റത്തെ ചോദ്യം. അപ്പം ഞാൻ പരിചയപ്പെട്ടെന്ന് പറഞ്ഞാല്, ഞാന് മൈദ കുഴക്കാൻ വേണ്ടിട്ട് ഇവിടെ കയറി തരാം, യോനെ കണ്ടു പരിചയപ്പെട്ടു. അതാണ് സംഭവം. അപ്പൊ നീയോ? ഞാൻ പരിചയപ്പെട്ട് പറയുമ്പോ ഞാൻ കേറിയതിന് ശേഷമാണ് ഇവൻ കേറുന്നത്. അതിന് മുമ്പ് ഇവൻ ഇവിടെ ഉണ്ടായിനി, പക്ഷെ ഒരു മുങ്ങല് മുങ്ങിയതാണോ. എന്നിട്ട് രണ്ടാമത് ആദ്യം കയറിയത്. പക്ഷെ ഞാൻ കേറിയിട്ട് കുറച്ച് 2-3 മാസം കഴിയുമ്പോ ഇവൻ കേറി വന്നത്. അപ്പൊ പിന്നെ ഒരുത്തനുണ്ട് ഇങ്ങനെ പറ്റി കളിക്കുന്നു. പിന്നെ ഇങ്ങനെ മുണ്ടി. പിന്നെ ഗെയിമാണ് കേട്ടോ, മറ്റേ ഫ്രീ ഫയർ ഇല്ലേ, ഓനും ഗെയിം കളിക്കും, ഞാനും ഫ്രീ ഫയർ ഗെയിം കളിക്കും. പിന്നെ അങ്ങനെയാണ് എന്തായത്. അപ്പം ഫ്രീ ഫയർ ടച്ചാണ്. അപ്പം അടുത്ത ചോദ്യം അൽഫ ഹക്കീം. നമ്മളെ അൽഫ ലൈവിലെല്ലാം ഫുൾ പവർ ഇരുന്ന അൽഫ സ്റ്റാർ. രണ്ടാക്കും ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന കാര്യം എന്തിനാ? നീ പറ, ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് പറഞ്ഞു. അതെയാ, അൽഫ ലൈവില് വരാതെ നിൽക്കുമ്പോഴാണ് എനിക്ക് നല്ലോണം ദേഷ്യം വരല്. എനിക്ക് നല്ലോണം ദേഷ്യം വരില്ല അൽഫ ലൈവിൽ വന്നിട്ട് മിണ്ടാണ്ടിരിക്കുമ്പോ. അല്ലേ? അല്ലേ? അതല്ലേ ലൈവില്. അതന്നെ, വേറൊന്നിനും നമുക്ക് ദേഷ്യമില്ല. എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ സാധനേ ഇല്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ വെച്ചാല് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എന്തെങ്കിലും എന്തെങ്കിലും പിരാന്ത് ആരെങ്കിലും ഇങ്ങനെ പിരാന്താക്കുമ്പോ അങ്ങനെയല്ലേ ഇല്ല. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ദേഷ്യം ഒന്നും പിടിക്കൂല. മനുഷ്യന്മാരെ കുഴപ്പിക്കുമ്പോ മാത്രമേ ദേഷ്യം വരൂ, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് എന്തിനു ദേഷ്യം പിടിക്കും? അത്രേ ഉള്ളൂ, ദേഷ്യമൊന്നും വരലൊന്നുമില്ല. അപ്പം അടുത്ത ചോദ്യം പിന്നെയും അമ്മൂട്ടി ചോദിച്ചിട്ടുണ്ട്. അമ്മൂട്ടി ചോറന്നല്ലോ, ചോദ്യത്തോട് ചോദ്യമല്ലേ. ലൈവിൽ വന്നപ്പോൾ വേർഡ് ആൻഡ് സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയ കാര്യം? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ ലൈവിൽ. നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിട്ട് എന്തില്ല, നമ്മ ഫുള്ള് WW ആയിട്ട് പോകുന്നതല്ലേ. അപ്പൊ വരുന്നത് അപ്പൊ നേരിടാം, അതാണ് നമ്മളെ മെയിൻ. അങ്ങനെ സ്ട്രേഞ്ച് ആയിട്ടും ഇതായിട്ടൊന്നും അങ്ങനെ നമുക്കൊരു കാര്യം തോന്നിയില്ല. അടുത്ത ഫിദാ റഹ്മാൻ ചോദിച്ചേ, ലൈവില് ചോറ് ആക്റ്റീവ് ആയിട്ടുണ്ടാകുന്ന തന്നെ ഫിദാ റഹ്മാനെല്ലാം റൈക്ക് ലവർ ഉണ്ടോ? അപ്പൊ ലക്ഷക്കണക്കിന് അതുപോലത്തെ ചോദ്യം വരുന്നത്. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിനാണ് ചോദ്യം ഉള്ളത്. അപ്പം എനിക്ക് ലവർ ഇല്ല. അതില് നോക്കിട്ട് പറ. ലവർ ഇല്ല, സിംഗിൾ ആണ്. അടുത്ത ആദ്യ അമ്മൂട്ടി, ലൈവിൽ വന്നപ്പോൾ മറക്കാൻ പറ്റാത്ത നെഗറ്റീവ് കമന്റ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ മറക്കാൻ പറ്റാത്ത ഇതൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. നിനക്ക് ഉണ്ടായിനാ? മറക്കാൻ പറ്റാത്ത ഇല്ല. അത് നിനക്ക് എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഇത് ഉണ്ടായിരുന്നാ? മറക്കാൻ പറ്റാത്ത ഇല്ല, മറക്കാൻ പറ്റാത്ത ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ലൈവിന്റെ അതെ, ലൈഫിന്റെ അങ്ങനെ അതെല്ലാം വേറെ അല്ലേ. അപ്പോ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ? നിങ്ങളുടെ നാട് കാണിക്കണേ. എത്ര വരെ ഫാത്തിമ കേസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ വീട്ടില് അനിയത്തി ഉണ്ട്, ഉമ്മ ഉണ്ട്, പിന്നെ ഉപ്പ ഉണ്ട്, പിന്നെ ഇപ്പൊ ഞാൻ ഇടയല്ലേ. വർക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാനും ഉണ്ട്. എൻ്റെ വീട്ടിലും അങ്ങനെ. ഞാനില്ല വീട്ടില്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയനുണ്ട്. പിന്നെ നാട് ഒരു ഷോർട്ട് വ്ളോഗായിട്ട് കാണിക്കാം. പഠിച്ചെന്ന് വെച്ചാൽ ഞാൻ ഡിപ്ലോമ പഠിച്ചിന്. ഹോട്ടൽ മാനേജ്മെന്റാണ് പഠിച്ചത്. ഞാൻ പകുതിയെ പോയിട്ടു. അപ്പോൾ +2 അത്രേ ഉള്ളൂ. അപ്പം അത് ചോദിച്ചത് അഭിരാമി R8J. അഭിരാമി നമ്മളെ അഭിരാമി എന്തിന് MA. അഭിരാമി മുമ്പ് വരുത്തണ്ട്, ഇപ്പൊ ലൈവില് വരുത്തേയില്ല.
അബൌട്ട് യുവർ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളെ എങ്ങനെ പരിചയപ്പെട്ടു, ഒരുമിച്ച് ചാനൽ തുടങ്ങി? നമീര ചോദ്യം. നമ്മീ ചോദിച്ചല്ലേ? അപ്പൊ അതിന് ഉത്തരം പറഞ്ഞു. അതിന് ഉത്തരം പരിചയപ്പെട്ട് പറഞ്ഞല്ലോ. പരിചയപ്പെട്ടത് ഇങ്ങനെ ആ അല്ലേ? പിന്നെ ഒരുമിച്ച് ചാനൽ തുടങ്ങിയതിന്റെ കാരണം? ചാനൽ തുടങ്ങിയത് പറയാൻ വേണ്ടിട്ട് ഇവന്റെ നല്ലൊരു ഫോണുണ്ട്, പിന്നെ ഓനിക്കൊരു മനസ്സുണ്ട്, എനക്കൊരു മനസ്സുണ്ട്. അപ്പൊ രണ്ടാളും മനസ്സു ഇതാകുമ്പോ എന്ത് പറഞ്ഞത് ഒരു ചാനലായി അല്ലേ? ചിലാക്ക് ബിസിനസ് തുടങ്ങണമെന്നുണ്ടാവും അല്ലേ? അപ്പൊ നമുക്കൊരു മൈൻഡിൽ അത് വന്നു. നമ്മളെ മൈൻഡിൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ അപ്പൊ എന്താ പറയണ്ടേ, തുടങ്ങിയാ കത്തുന്നില്ല ഒരു ആത്മവിശ്വാസം വെച്ച് അങ്ങനെ തുടങ്ങി. ഇപ്പം ഇടം വരെ എത്തി. ഇനിയും മുന്നോട്ടേക്ക് എത്തിക്കണം നിങ്ങൾ. അത് ഞാൻ ചോദിച്ചത്. അടുത്ത അമ്മൂട്ടി, പിന്നെ ഒരു ചോദ്യം. അമ്മൂട്ടിന്റെ ചോദ്യം, ടൈം ട്രാവൽ ചെയ്യാൻ അവസരം കിട്ടിയാൽ ഫസ്റ്റ് എന്താ ചെയ്യുവാന്നാ? പിന്നോട്ടേക്കൊരു ഇത് പോയിട്ട് ബാക്കിലോട്ട് പോകാനോ മുമ്പോട്ട് പോകാനോ? ബാക്കിലോട്ട്. നീ എന്താക്കല്? ഞാൻ ചെറുതന്നെ ഉണ്ടാകുന്നു, വളരുന്നില്ല. ഞാനും അതെ പണിയെടുക്കാൻ വേണ്ടി വന്നു. ചെറുതന്നെ കഞ്ഞിയും പയറും കുടിച്ച് സ്കൂളിൽ പോയാൽ മതി. ഒരു 4ാം ക്ലാസ് അതിനപ്പുറം അത് മതി. അയ്യോ 4ാം ക്ലാസ് മതി. പിന്നെ ആൻസിയ ഷാജു, ഇതാരാ ഫോട്ടോയിൽ നിന്ന് വെച്ചിട്ടുണ്ട്? നമ്മളെ Q&A ഫോട്ടോയിൽ ആരാന്ന് വെച്ചിട്ടുണ്ട്? നമ്മളെ അതില് ഞാനും ഓനും. പിന്നെ നമ്മളെ ഇതില് നമ്മളെ ഫോട്ടോ തന്നെ ഉള്ളത്, നമ്മ രണ്ടാളും തന്നെ, വേറെ ആരുമല്ലപ്പാ. റിസ് ആയിഷു അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ ബാഡ്സ് കമന്റ് വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് സങ്കടം വരുന്ന എന്തെങ്കിലും കമന്റ്സ്? വി ഡോണ്ട് കെയർ ഗൈസ്. അങ്ങനെ കമന്റ് ഒരുപാട് ബാഡ് കമന്റ് വരും. ബാഡ് കമന്റ് ഇഷ്ടം പോലെ ലൈവിലായാലും അങ്ങനെ വരൂല അല്ലേ? ഷോർട്സിൽ നമ്മളെ ട്രൂ സബ്സ്ക്രൈബേഴ്സ് മാത്രം. പക്ഷെ ലൈവിൽ ഇഷ്ടം പോലെ തെറിയും ഇതെല്ലാം ഫുള്ള് തെറി തന്നെ. പക്ഷെ അമ്മ അത് മൈൻഡ് ആക്കൂല. മൈൻഡ് ആക്കിട്ട് നിന്നെങ്കിൽ അത് മൈൻഡ് ആക്കാനും സമയം ചാനലിന് മുമ്പിലേക്ക് പോക്കും ഉണ്ടാവില്ല. പിന്നെ അവര് കാണിക്കും പോലെ നമുക്ക് തിരിച്ച് കാണിക്കാൻ പറ്റൂലല്ലോ. കാരണം നമുക്കൊരു മര്യാദ ഇതെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് അവരെ എന്തെന്ന് പറയണ്ടേ, സ്റ്റാൻഡേർഡ് വെച്ചിട്ട് പോകുന്ന സംഭവം ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് നമ്മൾ തുടങ്ങി. നമുക്കറിയാം ഇതെല്ലാം ഇതിനപ്പുറം വരുന്ന അറിയാം. അപ്പൊ അതെല്ലാം കൊണ്ടുതന്നെ തുടങ്ങി. അപ്പൊ അതാണ് അതിനുള്ള ഉത്തരം. അമ്മൂട്ടി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി റിലേഷൻഷിപ്പ് അഡ്വൈസ് എന്നോടല്ല നീ ഉത്തരം പറ. അങ്ങനെയൊന്നുമില്ല അമ്മൂട്ടി, അഡ്വൈസ് തരാന്ന് അങ്ങനെ ഒന്നുമില്ല. എനിക്കണ്ടാ? ഇല്ല. പറഞ്ഞോ. കയ്യില് ക്യാഷിന് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ടതും ആയ കാര്യങ്ങൾ. ക്യാഷിൽ റൈക്ക് ഇഷ്ടപ്പെട്ടതുമായ കാര്യങ്ങൾ. ഫസ്റ്റ് നിന്നോട് അയച്ചത് എല്ലാം നിന്നോട്. ഞാനാ ഇത്രയും സമയം എല്ലാം പറഞ്ഞു. പറയണം. ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞാല് ലൈവ് ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുവേ ഇല്ല. പെരങ്ങി കളിക്കും. അതെന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത. ഒന്നെങ്കിൽ ഞാൻ ലൈവ് വരുന്നില്ലെങ്കിൽ ഞാൻ ഉച്ചക്ക് മാക്സിമം ലൈവ് വരും. ഒന്നെങ്കിൽ ഞാൻ വരുന്നില്ലെങ്കിൽ എന്നാ അപ്പം തന്നെ ഇടാം. അതില്ല, പെരങ്ങി കളിക്കും. എന്നിട്ട് വൈകുന്നേരം വന്നിട്ടൊരു ഡയലോഗാണ്, എന്താ ചെമ്മര ലൈവ് ഇടായിന്ന്, അല്ലെങ്കിൽ ഞാൻ ഇടട്ടെ ഇല്ലേന്ന്. ഞാൻ പോന്ന് അല്ലപ്പാ. ഇനി ഫുൾ സപ്പോർട്ട് അല്ല, ലൈവ് ഇടും. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ഫുൾ സപ്പോർട്ട്, ഫുൾ ഓൺ പവർ തന്നെയല്ലേ. എൻജോയ്മെന്റ് അതന്നെ. അപ്പൊ നിന്റെ പറയാ അതന്നെ, ഫുൾ സപ്പോർട്ട് ആൻഡ് എൻജോയ്മെന്റ്. അതന്നെ. രണ്ടുപേരുടെ വീട്ടിൽ ആരൊക്കെ ഏതുവരെ പഠിച്ചു? SR ക്രാഫ്റ്റ് ടിപ്സ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മ ഓൾറെഡി പറഞ്ഞു വീട്ടില്. അടുത്ത അബ്രാം തോമസ്, അബൌട്ട് യുവർ സെൽഫ് ബോത്ത് റായി ബ്രോ ആൻഡ് ക്യാഷ് സാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറാ? ഓ, ഫുൾ റെസ്പെക്ട് തന്നെയല്ലേ ക്യാഷ് സാർ എന്നല്ല വിളിക്കും. അബൌട്ട് അങ്ങനെ പറഞ്ഞാല് +2 കഴിഞ്ഞു, ഡിപ്ലോമ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു, ഇപ്പോൾ ഇവിടെ പിസാട്ടിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞ് ഇതെല്ലാം തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതന്നെ, +2 കഴിഞ്ഞ് കൊറോണ ടൈമിൽ ഇവിടെ വന്ന് കയറി പെട്ടതാണ്. എങ്ങനെയോ അബദ്ധത്തിൽ ഇങ്ങോട്ട് കയറി പെട്ടു. പിന്നെ ഇവിടെ തന്നെ ആയി അല്ലേ, ഒരു ചുരുളി അല്ലേ, അങ്ങനെ പറയില്ലേ,
അബദ്ധത്തിൽ പെട്ടെന്നാന്നല്ല പറയുന്നത്. അബദ്ധത്തിലല്ല. ആ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് വേക്കൻസി ഉണ്ട് അങ്ങനെ പറഞ്ഞ് അങ്ങനെ കേറിയതാണ് ബ്രോ. പിന്നെ അവിടെ ആകാശ് ബ്രോ വേക്കൻസി വരുന്നു. പാടന്നെ പെട്ടിയും കിടക്കാലും എടുത്ത് ഇങ്ങോട്ടേക്ക് ഓടി. പിന്നെ വേറെ ഇതില്ല, കാരണം എന്താ വെച്ചാൽ കൊറോണ ടൈമാണ്, ആ സമയത്ത് പണിയില്ല, എന്തെങ്കിലും ഒരു അല്ലേ 10 റുപ്യന്റെ ഉപകാരം ഉണ്ടാവട്ടെ പറഞ്ഞിട്ട് അങ്ങനെ വന്ന്. പണിനെ കുറിച്ച് ചോദിച്ചാൽ പണിയെല്ലാം വൈബ് തന്നെ. പ്രത്യേകിച്ച് ബാക്കിയുള്ളതിനെ കാട്ടി കുറച്ചും കൂടി നല്ല ഒരു ഇതിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, നല്ല പണി തന്നെ. 2-2.5 കൊല്ലം അല്ലോ, 2 കൊല്ലത്തിന്. ആ അങ്ങനെ വെച്ച് നോക്കിയാലെങ്കിൽ വിട്ടിട്ടായിട്ട് 2.5 കൊല്ലത്തിന് മുകളിലായി. ഇടക്കിടക്ക് ഇറങ്ങി പോയിട്ടുണ്ട്, അതുപോലെ കാര്യം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്തിട്ട്. അപ്പം അടുത്ത അമ്മൂട്ടി എന്നെ ചോദിച്ചത്. ഇത് അമ്മൂട്ടി മാത്രമേ ചോദിക്കുന്നില്ല. അമ്മൂട്ടി സുപ്രമസിയ. ലൈഫിൽ മറക്കാൻ പറ്റാത്ത മൊമെന്റ്സ് ഫ്രം പിസാട്ട്. മറക്കാൻ പറ്റാത്ത കാര്യം ഇപ്പൊ എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെ. മറക്കാൻ പറ്റാത്ത വെച്ചാല് അങ്ങനെയൊന്നുമില്ലപ്പാ. തിരക്ക് വന്ന് പാത്രം പാരുന്നല്ലേ, അതൊന്നും മറക്കാൻ പറ്റൂല. അതെല്ലാം ഏടെ പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും. മറക്കാൻ പറ്റാത്ത കാര്യമൊന്നുമില്ല, എല്ലാം പണിന്റെ രീതിയിൽ അങ്ങനെ പോകുന്നത്. പണി അതങ്ങനെ ആയിട്ട് പോന്നെ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. വാട്ട്സ് യുവർ ഡ്രീം? അബ്ദുള്ള ബ്രോ ചോദിച്ചത്. ഡ്രീം ഇതന്നെ, ഒരു പ്ലേ ബട്ടൺ കൈമുണ്ടാവും, ഓന്റെ കൈമുണ്ടാവും, ഒരു പ്ലേ ബട്ടൺ കൈമുണ്ടാവും, ഒരു ഡയമണ്ട് എങ്ങനെങ്കിലും നേടിയെടുക്കണം അല്ലേ? അത് വേണം, അത് കുറഞ്ഞത്. പിന്നെ അങ്ങോട്ടും അതന്നെ ഡ്രീം. വേറെ ഡ്രീം എന്ന് പറയാനൊന്നുമില്ലപ്പോ. അബൌട്ട് യുവർ വർക്ക് കൈ ഇങ്ങനെ പിടിച്ച് അബൌട്ട് യുവർ യൂട്യൂബ് ജേണിനെ കുറിച്ച് എന്ന് പറയാനില്ലേ? യൂട്യൂബ് ജേണി നമ്മ ആരംഭിച്ചതേ ഇല്ലു, തുടക്കം മാത്രമാണ്. കാരണം നമ്മ ആകെ എത്ര 2 മാസം ആയതേ ഇല്ലു, 3 മാസം ആവണത്ര ചാനൽ തുടങ്ങിയിട്ട്. ജേണി എന്ന് പറയാൻ വേണ്ടി അങ്ങനെ അത്ര ലെവലിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും കൊറേ ഇതെല്ലാം ഉണ്ടായിന്, അടികളും തിരിച്ചടികളും സപ്പോർട്ടും എല്ലാം ഉണ്ടായിന്. അത് ഇപ്പോഴേ ഇല്ല കാര്യം പറയാം. യൂട്യൂബ് ജേണിനെ കുറിച്ചിട്ട് പറയാനില്ലാണെങ്കിൽ തുടക്കത്തിൽ നല്ല സ്ട്രഗിൾ ചെയ്തിനി, പിന്നെ ഇപ്പൊ ചെറിയൊരു സ്മൂത്ത് ആയിട്ട് നിങ്ങളെല്ലാം സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ലൈവില് വരുന്നതാണെങ്കിൽ തെറിവിളി വരുന്നുണ്ട്, പക്ഷെ അത് നമ്മ മെയിൻ ആക്കുന്നില്ല, ഒഴിവാക്കി വിടുന്നത്. അത് നോക്കിയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ കാര്യമുണ്ട്, അത് നേരത്തെ പറഞ്ഞല്ല. പിന്നെ ആണെങ്കിൽ കുറെ ആൾക്കാർ നമ്മളെ തുടക്കം മുതൽ കൂടെ നിന്ന ആളുണ്ട്. പിന്നെ നമ്മളെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഉണ്ടാകുമ്പോ ഒരു പുച്ഛം, അത് നല്ലോണം ഉണ്ടായിന്. അത് സ്വന്തം അല്ലേ, ഒന്നിച്ചില്ലവര് കൂടത്തുനിന്ന് ഒരുപാട് ഒരു പുച്ഛം കിട്ടുമ്പോ അത് അതിന്റെ ഫീൽ എന്തായാലും ഇപ്പൊ ഇല്ലാട്ടാ. ഇപ്പൊ അതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നമ്മളെ ഒരു അല്ലേ എന്ന് പറയണ്ടേ, കൂട്ടത്തുനിന്നൊരു പുച്ഛവും ഇതെല്ലാം ഉണ്ടാകുമ്പോണ്ടല്ല, അതെല്ലാം വേറെ ഇതന്നെ. ഇപ്പൊ നമ്മ ലൈവ് ഇടുമ്പോ ആയാലും വീഡിയോ എടുക്കുമ്പോ ആയാലും ഒരു പുച്ഛത്തോടുള്ളൊരു ഇതുണ്ടല്ലോ, അതെല്ലാം ഫീൽ ആവുമെങ്കിലും പക്ഷെ അത് മൈൻഡ് ആക്കിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ. നമുക്കറിയാം നമ്മ വളരും, ഏതെങ്കിലും ആയിട്ട് എത്തിപ്പെടും, നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് എങ്ങനെയെങ്കിലും ആയിട്ട് എത്തിപ്പെടും. ആ ഒരു ആത്മവിശ്വാസത്തിൽ നമ്മൾ മുമ്പോട്ട് ഇതുവരെ പോയി. ഇപ്പം 2K സബ് അടിക്കാനായി. അതാണ് ഇനിയും മുമ്പോട്ട് പോകും. അതാണ് ഇവരോട് പറയുന്നത്. ഇനിയും കുറെ പുച്ഛവും വരും, തെറിവിളികൾ വരും, കുറെ വെല്ലുവിളികൾ വരും. പക്ഷെ ആരെയും കൊണ്ടൊന്നും നമ്മൾ നിർത്തുന്നുമില്ല, തളരുന്നുമില്ല. നിങ്ങളെ സപ്പോർട്ട് ഇല്ല, ആൾക്കാരുടെ സപ്പോർട്ട് മതി. ഒരാളെങ്കിലും ഒരാൾ ആ സപ്പോർട്ടിൽ മുമ്പിലേക്ക് വരും. പിന്നെ അത് ചോദിച്ചത് അയ്യൂബ മറൂത്ത, നമ്മളെ സൻഹയാണ്. കൈയും ക്യാഷും കണ്ടപ്പോൾ തോന്നിയ മീൻസ് അങ്ങനെ വെച്ചാൽ കണ്ടപ്പോ തോന്നിയ എന്തെന്ന് എനിക്ക് തോന്നിയത് എന്നെ കണ്ടപ്പോ ഫസ്റ്റ് കണ്ടപ്പോ അങ്ങനെ കണ്ടപ്പാ കണ്ടപ്പോ ഇപ്പൊ ഇങ്ങനെ ഓർമ്മയുണ്ടാവില്ലപ്പാ. അതെല്ലാം പണ്ട് ഇന്ന് നടന്നേനെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്നേരാന്ന് കണ്ടപ്പോ വൈബിന് പറ്റിയ ആള് തോന്നി. പിന്നെ എനക്കങ്ങനെ അത്ര ഇതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പരിചയപ്പെട്ട് നമ്മ ഇങ്ങനെ മെല്ലെ മെല്ലെ പണിയെടുക്ക്, നമ്മ ഇങ്ങനെ ക്ലാസ് പരിചയപ്പെടുന്നല്ലോ, അങ്ങനെയല്ലല്ലോ. പരിചയപ്പെടുമ്പോ അങ്ങനെ ഇതായിട്ട് വരുന്നതല്ലേ. പിന്നെ ഗെയിമിന്റെ ആയാലും അങ്ങനെയല്ല ടച്ച് ആയിട്ട് വരുന്നില്ല. അപ്പം അങ്ങനെ അതാണ് വലിയൊരു ഇതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അടുത്ത ചോദ്യം ചോദിച്ചത് മുഹമ്മദ് അജ്നാസ് ബ്രോ ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട് കിട്ടിയ പണിയാണോ പിസാട്ടെന്ന്? ഞാന് എന്റെ ഇത് ചോദിച്ചാല് ഞാന്
ഈ പിസാട്ടി എന്നെല്ലാം കേൾക്കുമ്പം ആഗ്രഹിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാം ഒരു ആഗ്രഹമെല്ലാം ഉണ്ടായിന്. പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ പണിയെടുക്കുന്നത്. പണിയാകുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ടുണ്ടെങ്കിലേ മുന്നോട്ടേക്ക് പോകും. ശരിയാണ്. നമ്മൾ ഇഷ്ടപ്പെടാണ്ട് പണിയെടുത്തിട്ട് പിന്നെ നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ പണിയെടുക്കുകയും ചെയ്യുന്നത് ഒരു ഇതിൽ ആഗ്രഹം ഉണ്ടായിന്. പിന്നെ ഒരു കമ്പനിയിൽ തന്നെ എന്ത് പറയണ്ടേ, ഇപ്പോൾ പിസാട്ടിൽ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകണം എന്നുള്ളൊരു ഇഷ്ടം ഉണ്ടാവില്ലേ. അങ്ങനെ ഇഷ്ടങ്ങൾ മാറി മാറി നിൽക്കും. അതന്നെ. ഇപ്പം ആ ഇഷ്ടം തീർന്ന്. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ല, കൊറോണേന്റെ ഇടയ്ക്ക് ഒരു ഗതിയും പരഗതി ഇല്ലാതിരിക്കുമ്പോ കേറി. പക്ഷെ പണിയില് ഇപ്പം ഇഷ്ടമുണ്ട്, അങ്ങനെയല്ല. അപ്പൊ അടുത്ത വേറൊരു ഇഷ്ടങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറി വരൂലേ. അടുത്ത ഇപ്പം വേറൊരു എന്തെന്ന് പറയണ്ടേ, ഇപ്പം ബർഗറിന്റെ എല്ലാം വിചാരിച്ചോ ഫോർ എക്സാമ്പിൾ. അങ്ങനെ 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 അസ്ലമ എവിടെയാണ് സ്ഥലം ചോദിച്ചാല് എന്റെ സ്ഥലം കാസർഗോഡ് തൃക്കരിപ്പൂരാണ്. എന്റെ സ്ഥലം കാസർഗോഡ് മടിക്കൈ എന്ന് പറയും, അങ്ങനെ സ്ഥലമാണ്, കാനങ്ങാട്. അപ്പം ലസ്സി ഗെയിമിങ് ഒറിജിനൽ നെയിം എന്ത് ചോദിച്ചിട്ടുണ്ട്. ഒറിജിനൽ നെയിം എൻ്റെ പേര് അഹമ്മദ് റൈസ് എന്നാണ്. എൻ്റെ പേര് ആകാശ്. അപ്പോൾ അടുത്ത നമ്മളെ മൈ ലിറ്റിൽ വേൾഡ് ചിന്നു യൂട്യൂബർ. ചിന്നു യൂട്യൂബറാണ്. ചിന്ന യൂട്യൂബർ അല്ല, വലിയ യൂട്യൂബർ തന്നെയാണ്. ചിന്ന യൂട്യൂബറിനല്ല, പേരാണ് ചിന്നു. ചിന്നു ചോദിച്ച ചോദ്യം. ട്രെയിൻ്റെയും ക്യാഷിന്റെയും ഫ്രണ്ട്ഷിപ്പ് ചൈൽഡ്ഹുഡ് തൊട്ടേ ഉള്ള ആണോ, അതോ ക്ലാസ്മേറ്റ്സ് ആണോ, അതോ ഷോപ്പ് വന്നപ്പോൾ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ് ആണോ? നല്ലൊരു ചോദ്യമാണ്. അപ്പം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് നമ്മ ആകെ 2 വർഷത്തെ പരിചയമില്ലു. നമ്മ ആകെ 2 വർഷത്തെ പരിചയമില്ലും. നമ്മ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഷോപ്പിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. വേറെ എവിടെയും വെച്ചിട്ട് കണ്ടിട്ടാ, ഇവിടെ വെച്ചിട്ട് തന്നെ പരിചയപ്പെടുന്നത്. എവിടെയും വെച്ച് കാണാൻ ചാൻസ് ഇല്ല, കാരണം ഓന്റെ വീട് ഇങ്ങോട്ട്, ഞാൻ അങ്ങോട്ടില്ല. ഓനാണെങ്കിൽ ഈ ഭാഗത്ത് വരുത്തേ ഇല്ലാന്ന് തോന്നുന്നു. ശരിയാണ്, ഞാൻ ഇങ്ങോട്ടൊന്നും വരുത്തില്ല. ഓനോട് ഇവിടെ വന്നിട്ട് സ്ഥലം എവിടെയും ചോദിക്കുമ്പം ഇവിടെ 15 മിനിറ്റിൽ അപ്പുറം സ്ഥലം ചോദിക്കുമ്പോൾ എനിക്ക് അറിയൂല. പിന്നെ ഓൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഓനെ കാണാൻ, ഞാനാണെങ്കിൽ അങ്ങോട്ടേക്കും പോക്ക് കുറവാണ്. പിന്നെ അടുത്ത ചോദ്യമല്ല കേട്ടോ, നമ്മളോട് ഇത് പറഞ്ഞതാണ്. AMK 5824 ഹാപ്പി ആയിരിക്കുക. ഓൾവേസ് ഹാപ്പി ആയിരിക്കും. നമ്മൾ ഓൾവേസ് ഹാപ്പി, അതാണ് പറയാനുള്ളത്. അതിൽ നിങ്ങളും ഹാപ്പി ആയിരിക്കുക. ആൻസിയ ഷാജു കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതേത് അതിനെ കൺഗ്രാറ്റ്സ് കിട്ടിയാന്ന് തോന്നുന്നു. കൺഗ്രാറ്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക് യു, അതാ പറയാനില്ലേ. ലോങ് ഉണ്ട് നമ്മളെ ലതേച്ചി. വീഡിയോ നല്ല ലോങ് ആവുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ക്ഷമിക്കുക. ഇത് നമ്മ രണ്ടാളെയും കാര്യം അല്ലേ, നമ്മളെ രണ്ടാളെയും കാര്യം പറയാൻ കുറച്ച് ലോങ് ഉണ്ട്. അപ്പൊ അടുത്ത നമ്മളെ ഫുൾ സപ്പോർട്ടോടെ ഇതാക്കിയ ലതേച്ചിയാന്ന് പറയും. ലതേച്ചിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മ 1K അടിക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തന്നെ ലതേച്ചി. കാരണം ലതേച്ചി എത്ര 2 ദിവസം കൊണ്ട് 10-250 സബ് നമുക്കെല്ലാം സെറ്റ് ആക്കി തന്നിട്ടുണ്ടായി. സബിനെടുക്ക സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ട് ആക്കിയാണ് ലതേച്ചിനെ. ഒരിക്കലും നമ്മ വീഡിയോസ് ഇടാണ്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുന്ന പറയുമ്പം അല്ലേ. ഇപ്പൊ ലതേച്ചിക്കും ലതേച്ചിന്റെ ഇതിൽ വന്ന സപ്പോർട്ട് എന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ വീണ്ടും പഠിക്കുന്നില്ലേ? പഠിക്കണം, എന്തേലും നല്ലൊരു ജോബ് വാങ്ങണം കേട്ടോ. പഠിക്കണം ആഗ്രഹമെല്ലാം ഉണ്ട്, പഠിക്കണം ആഗ്രഹമുണ്ട്. പക്ഷെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. സാഹചര്യത്തിന്റെ പറ്റുവാണെങ്കിൽ പഠിക്കും, ഇനിയും പഠിക്കും. എന്തെങ്കിലും ചെറിയ കോഴ്സ് എടുത്ത് പഠിക്കണമെന്നുണ്ട്. നോക്കാം സാഹചര്യം എങ്ങനെ പോകുന്നു, അതുപോലെ മുമ്പോട്ടേക്ക് പോവാം. ഒഴുക്കിനെതിരെ നീന്തണമെന്നല്ല. അപ്പോ അങ്ങനെയാണ് സംഭവം. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. അടുത്ത അമ്മൂട്ടി വീണ്ടും കോളേജ് മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസ്. ഗുഡ് എക്സ്പീരിയൻസ്, ബാഡ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അല്ലേ. എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവും, പക്ഷെ എന്താ പറയാ, എക്സ്പീരിയൻസ് എല്ലാം കുറെ ഉണ്ട് ഇപ്പൊ അല്ലേ, ഇഷ്ടം പോലെ. അത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് അങ്ങ് കടപ്പുറത്തും നീന്തിയാലും തീരൂല. ഇപ്പൊ 20 മിനിറ്റ് മിനിറ്റായി. അപ്പം അതാണ്. അത് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട്. സ്കൂളെല്ലാം നല്ല പിന്നെ എനിക്ക് പിന്നെ പഠിക്കാൻ വേണ്ടി താല്പര്യമൊന്നും ഉണ്ടായിട്ടാ. ഞാൻ സ്കൂളിൽ പോലെല്ലാം കുറവുണ്ടായി. എനിക്ക് സ്കൂളല്ല, ഞാനും അങ്ങനെ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്നെ സ്കൂളിൽ കാണൂല, വീട്ടിലുണ്ടാവും. അങ്ങനെയല്ലാന്ന്. പിന്നെ സ്കൂളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോന്ന് എന്താ പറയണ്ടേ, സ്കൂളിന്റെ വില മനസ്സിലാവും. എന്നേരം കുറെ ആൾക്കാർ പറഞ്ഞുതരാനുണ്ടായി. സ്കൂളിൽ പോയിക്കോ, പിന്നെയാണ് അതിന്റെ വില മനസ്സിലാവുന്നത്. നമ്മക്കുണ്ട് എന്നേരം ഒരു പുച്ചാണ് ഉണ്ടായത്. ചെറിയ പിള്ളമാരിലൊക്കെ അതിന്റെ മാക്സിമം നന്നായിട്ട് പഠിക്കുക. അതുമല്ല, നമ്മ സ്കൂള് കീഞ്ഞിട്ടാകുമ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ വൈബും
പിന്നെ ടീച്ചർമാരും മാഷന്മാരെല്ലാം സപ്പോർട്ടും നമ്മളെ ആ ജനറേഷൻ ഇല്ലേ, നമ്മളെ അത് ഇറങ്ങാൻ വേണ്ടി കാത്തുന്നതാണ്. പിന്നെ ഫുള്ള് വൈബ് തന്നെ, ടീച്ചർമാരും മാഷന്മാരും ട്രിപ്പിന്റെ ട്രിപ്പും വൈബിന്റെ വൈബ് എന്തെല്ലാം, റീൽസ് എടുക്കല്, ഡാൻസ് കളിക്കല്, അങ്ങനത്തെ ഫുള്ള്. ഞാനെ പഠിക്കുന്നുണ്ടല്ലോ, വടിയും കൊണ്ട് വരും. എല്ലാറ്റിനും കൈമ 7 ടീച്ചർമാരുണ്ട്, 7 ടീച്ചർമാരും വടി എടുത്തിട്ട് വരും. രാവിലെ കയറിയിരുന്ന അതുപോലെ മുണ്ടാണ്ടിരുന്നോ, വൈകുന്നേരം ആകുമ്പോ എണീച്ച് പോയിക്കോ. അതുപോലത്തെ വൈബാണ്. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ അടിയും ഇടിയും തന്നെ, ക്ലാസിന്റെ പുറത്ത് തന്നെ എപ്പോ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഭാഗ്യമുണ്ട്, നല്ല നല്ല അല്ലേ. അതന്നെ. അല്ല നമ്മളെ ടീച്ചർ മോശം എന്നല്ല പറയുന്നത്, മോശം പറയുന്നല്ല, നല്ല നല്ല ടീച്ചർമാരും മാഷന്മാരും തന്നെ. പക്ഷെ ആ ഒരു ജനറേഷൻ വെച്ച് പറഞ്ഞാൽ അത് കിട്ടണ്ടേ തന്നെ. കാരണം വെച്ചാൽ അങ്ങനത്തെ കളിയാ ഞാൻ കളിക്കല്ലോ സ്കൂളിൽ നിന്ന്. അത് എന്നാ പിന്നെ കളിക്കാനും സ്കൂളിൽ ഉണ്ടായില്ല. കിട്ടണ്ടേനെ. ഒരു ദിവസം ലീവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മുതൽ ഉച്ച വരെ പിന്നെ എന്നെ കാണൂല. പിന്നെ പിറ്റേ ദിവസം ഓഫീസിന് മുമ്പിൽ ഉണ്ടാവും. അങ്ങനത്തെ എല്ലാം മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനത്തെ വൈബ് മെമ്മറി തന്നെപ്പാ. അപ്പം നിയാസ് കൺഗ്രാജുലേഷൻ റായ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ആ കൺഗ്രാജുലേഷൻ റായിന് മാത്രമേ ഉള്ളൂ, അപ്പൊ എന്നെ കൂട്ടൂല ചോടിയാ. എന്തായാലും നീയും പറഞ്ഞോ. താങ്ക് യു വെരി മച്ച്. റിലേഷൻ എക്സ്പീരിയൻസ് ഉണ്ടോ? റിലേഷൻ ഷെമി ലവ് ഉണ്ടായിട്ടുണ്ട്. ഷെമി, അത് മനസ്സിലായി, പേര് വായിച്ചാല്. ഷെമി എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ചോദിച്ചാല് ഇതുവരെ സിംഗിൾ തന്നെ, അതുകൊണ്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അതന്നെ. എനിക്കുണ്ടാ? എനിക്കില്ലപ്പാ. അപ്പം എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പളേ പൊട്ടനെ ഇപ്പോഴും പോട്ടെ, പിന്നെ എങ്ങനെ പെണ്ണ് കിട്ടല്? അതുകൊണ്ടല്ലാന്ന് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. വേണ്ടപ്പാ, എക്സ്പീരിയൻസ് ഒന്നും ഇപ്പൊ വേണമെന്നില്ല. കൊറേ പണിയെടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്, അത് മതി. അത് മതിയോ നിങ്ങൾക്ക്? പണിയെടുത്ത എക്സ്പീരിയൻസ് ഉണ്ട്, അത് മതിയാ? ജോറിയുടെ മൈദ വെച്ചിട്ടില്ലേ എക്സ്പീരിയൻസ്, അത് വേണം. അത് ഇഷ്ടം പോലെ ഉണ്ട്. അതല്ലാണ്ടും കുറെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പം ഇത്ര തന്നെ. പിന്നെ ഫ്രാൻസീന ജൂലി ഒരു 3 ലവ് എല്ലാം. താങ്ക് യു. അപ്പൊ ഇതെല്ലാം Q&A നമ്മളെ വീഡിയോ. അപ്പൊ 10-23 മിനിറ്റ് ആയി തോന്നുന്നില്ലേ? ഏകദേശം 23 മിനിറ്റോളം ആയിട്ടുണ്ട്. 24 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം ഇത് ഫുള്ള് കാണാം. നമ്മളെ കുറിച്ച് 2 പാർട്ടായിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഒരു പാർട്ട് തന്നെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് എത്ര നാളായി നടക്കുന്നത്. ഇതന്നെ ഇപ്പൊ കണ്ട ഒരു പാർട്ട് ഫസ്റ്റ് ഇത് നമ്മ ഉള്ളില് ഇതന്നെ ഇപ്പൊ അല്ലേ 3 പാർട്ടായിട്ട് ചെയ്യുന്നത്. 3 പാർട്ടായിട്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ട ഒരു മനസ്സിലുണ്ടാവും. ഫസ്റ്റ് ആടെ അതിന്റെ ഉള്ളിലുണ്ടായ പിന്നെ ക്ലോസിംഗ് എല്ലാം കഴിഞ്ഞിട്ടാണ് ആടെ. പിന്നെ ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ പുറത്തെത്തി. പിന്നെ ഇപ്പഴേ നമുക്ക് ചെയ്യാനും പറ്റും. കാരണം എന്താ വെച്ചാൽ ഓന്റെ വീട്ടിലാണ്. പിന്നെ റൂമിലാണെങ്കിൽ ഒരുമിച്ച് എപ്പം രാവിലെ ഉച്ചക്കെല്ലാം ആയിട്ട് ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് ചെയ്യാൻ വിചാരിക്കാം. ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടൂല. ഷോർട്സ് എടുക്കും പോലെയല്ല ഒരു വ്ളോഗ് എടുക്കുന്ന പറഞ്ഞാല്. എടുക്കുന്നതിന്റെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ശ്രദ്ധിക്കുമ്പം എന്താ പറയണ്ടേ, പിന്നെ ഫുള്ള് ആ ഒരു ഫ്ലോ പോവും. പിന്നെ ഈ ഒരു ടൈം ഇപ്പൊ സമയം എത്ര? 1:30 ആയിട്ടുണ്ട്, 1:45 ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാണ് നമ്മളെ വീഡിയോ എന്ന് പറയാനുള്ളത്. അപ്പം മാക്സിമം കാണാം. വണ്ടിയുടെ ആംബുലൻസിന്റെ കാരണം അങ്ങനത്തെ സാഹചര്യം ആയിപ്പോയി. അതന്നെ. അപ്പൊ അതാ പറയാനല്ലേ, മാക്സിമം എല്ലാരും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. ഇപ്പൊ ലൈവിലായാലും അല്ലെ, വീഡിയോസിലായാലും നല്ല സപ്പോർട്ട് എല്ലാരും തരുന്നുണ്ട്. ഷോർട്സിലായാലും എല്ലാത്തിലും നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ ഇനിയും നിങ്ങൾ സപ്പോർട്ട് നമുക്ക് വേണം. നല്ല നമുക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റും. മുമ്പോട്ട് പോയാലേ പറ്റൂ. പ്ലേ ബട്ടണിലെ കൈ പിടിക്കണം അല്ലേ? നിങ്ങൾ സപ്പോർട്ട് ആക്കൂലേ പ്ലേ ബട്ടണിൽ പിടിക്കാൻ വേണ്ടി? അതൊരു ചോദ്യമേ അല്ല, സപ്പോർട്ട് ആക്കുന്ന പറയുന്നത്. അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതാണ് നമ്മളെ കുറിച്ചുള്ള ഏകദേശം ഒരു കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനിയും അല്ലേ എന്തെങ്കിലും ചോദ്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു വ്ളോഗ് ആയിട്ടോ. ഇത് അത്യാവശ്യം ലെങ്ത് ആയി, എന്നാലും ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ചെയ്യാം. അപ്പം ഇതാണ് നമുക്ക് പറയാനല്ലേ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ ഫുള്ള് സപ്പോർട്ട് ആക്കാം. അതന്നെ, മാക്സിമം സപ്പോർട്ട് ആക്കാം. എല്ലാവരും എപ്പം കൂടെ തന്നെ ഉണ്ടാവുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാപ്പി അല്ല ഹാപ്പി അല്ല. ഓക്കെ ലെറ്റ്സ്